എടാ, അവളെ ഒരാളെ കരുതി കാശ് എത്രയാ മുടക്കിയിരിക്കുന്നേ? നിനക്കിത് എന്തിന്റെ കേടാ? നീ ഈ കാണിക്കുന്ന ഷോയിലേക്ക് അവള് വീഴുമെന്ന് എന്താ ഉറപ്പ്? നിന്നെ പോലെ എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അവള്? അവള് വരൂടാ. പിന്നെ കോപ്പ. വരുന്നുണ്ട്. Come on, action. പറയണം സാർ. തൽക്കാലം നിന്റെ പുറമൊന്ന് മസാജ് ചെയ്യ്. എടാ പട്ടി, നീ അവസരം മുതലെടുക്കാണല്ലേ? എടാ, ആ മീൻ ചൂണ്ടേ കൊത്തിയ കാശ് എത്ര വന്ന് വീഴുന്നാണ്. അന്ന് നിനക്കും ഉണ്ടാവും ഗുണം. മസാജ് ചെയ്യടാ. എന്നാ കുഴപ്പമില്ല. ഇതിലേതാടാ ശ്രദ്ധ? ഒരു പെണ്ണ് ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുന്നുണ്ടാ. അവളാ ശ്രദ്ധ. അളിയാ, നിനക്ക് സുസ്മിത സെറ്റായ എനിക്ക് ശ്രദ്ധയെ കൂടി. ശ്രദ്ധിച്ച് മസാജ് ചെയ്യടാ. ആ മതി മതി. ഇത്രയും നീ പറഞ്ഞതിനുള്ള പണിഷ്മെന്റാ. ഇനി ആശയിലേക്ക് പോ. നീ നോക്ക് ആരാ ഇരിക്കുന്നെന്ന്. എന്താ മാഡം വേണ്ടത്? 3 ജഗദീപ്. ജഗദീപോ? നീ എന്തായി പറയുന്നേ? എന്താ ചോദിച്ചേ? മാഡം എന്താ വേണ്ടതെന്ന്. അത് തടി കൂടുന്നല്ല നീ പറയുന്നത്. ലൈം ജ്യൂസ് തന്നെ ആയിക്കോട്ടെ. 3 ലൈം ജ്യൂസ്. സാർ ഇപ്പൊ കൊണ്ടുവരാൻ കേട്ടോ. ഓക്കെ ശരി. ഹലോ. അതൊരു 3 ചെയ്യാൻ്റെ കാര്യമില്ലല്ലോ. ഞാനിന്നലെ ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാറിയില്ലേ? അതിന് എന്തുകൊണ്ടെങ്കിലും മാനേജർ വിളിച്ച് സംസാരിച്ചാൽ കേട്ടോ. ശരി, ഞാൻ വിളിക്കാം. സാർ എടോ, ഇത് കാശ്മീരി ആപ്പിൾ അല്ലേ? അതെ സാർ. ഗുഡ്. ഐ പ്രിഫർ ഓൺലി ദ ബെസ്റ്റ്. യു നോ. ചന്തു ഒരു $2000 കൊടുത്തേക്ക് പയ്യന്. ഓക്കെ സാർ. വച്ചോ. താങ്ക് യു സാർ. ഓക്കെ. ചന്തു, ലെറ്റ്സ് സ്റ്റാർട്ട്. ഷുവർ സാർ. കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യം പറയാനായിരിക്കും ചുമ്മാ പട്ടി ഷോ. നമുക്ക് വേറെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ കയറായിരുന്നു. ഇവിടെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം. ലെറ്റ് മീ ഷോ. ഓക്കെ സാർ. സാർ, ഇത് വിനീത വിജയരാഘവൻ, ഇപ്പോഴത്തെ മിസ് കേരളയാ. സൗന്ദര്യത്തിൽ ഈ കുട്ടിക്ക് മുന്നിൽ ആരുമില്ല. ഫോട്ടോയൊന്നും കിട്ടില്ലടാ പട്ടി. സോറിടാ, നിനക്കിണങ്ങുന്നത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേ. ആ പെണ്ണിന് ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. സോറി സാർ. ചന്തു, തന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ബാഹ്യമായ സൗന്ദര്യത്തിലൊന്നും അല്ല കാര്യമൊന്നും. ഓക്കെ സാർ. സാർ സാർ ഇത് സുനിത നെല്ലിക്കാടൻ. ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളാ. 3 ED സ്വന്തമായിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 3 കേസ്. ഓക്കെ ഓക്കെ, എഗ്രീഡ്. പക്ഷേ ചന്തു, ഈ പണമല്ലല്ലോ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സാർ, ഇത് സാന്ദ്ര ഫെർണാണ്ടസ്.
നമ്മുടെ കേരളത്തിന്റെ പകുതി വിലയ്ക്ക് വാങ്ങാനുള്ള പണമുണ്ട്. ഈ പറഞ്ഞ കുട്ടികളെക്കാളെല്ലാം സൗന്ദര്യമുണ്ട്. പക്ഷെ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. യു ഫൂൾ. സാർ, ഇത്രയും കാലമായിട്ട് ചിറക്കൽ രാമചന്ദ്രന്റെയും ശശികലയുടെയും മകൻ ജഗദീപ് കുമാർ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആരാണെന്നതിനെ പറ്റി നിന്റെ മനസ്സിലൊരു സങ്കല്പമില്ലേ ചന്തു? ചിറക്കൽ രാമചന്ദ്രന്റെ മകനോ? എനിക്ക് പണവോ സൗന്ദര്യമോ ജാതിയോ അതൊന്നും അല്ല എന്റെ പ്രശ്നം. മനസ്സ്, ശുദ്ധമായ മനസ്സ്. ഈ തുളസിക്കതിരിന്റെ വിശുദ്ധിയും തുമ്പപ്പൂവിന്റെ നൈർമല്യം എന്നൊക്കെ പറയാറില്ലേ, അതുപോലൊരു മനസ്സാണ് ഇത്. നിന്നെയൊക്കെ ഞാനിതിപ്പോ എങ്ങനെയാണെന്ന് പറഞ്ഞ് ആയിരിക്കുന്ന കുട്ടിയെ കണ്ടോ? അവളുടെ മുഖം കണ്ടറിയില്ലേ, ഒരു മാലാഖയുടെ ഹൃദയവും കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയും ഉള്ളിലുണ്ടെന്ന്. സുസ്മിതേ, എടി സുസ്മിതേ, എന്താ? നീ ഇതെവിടാ? ആ, ഞാൻ ആ ജഗദീപിന് മറ്റുള്ള മനുഷ്യരെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനുള്ള കഴിവിനെ പറ്റി അതിശയിച്ചു പോയി. എന്നാ ആ കുട്ടി ആലോചിക്കട്ടെ സാറേ. യു ഫൂൾ. അതുപോലൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടി നല്ല അർത്ഥം. ചിറക്കൽ രാമചന്ദ്രന്റെ മകൻ ജഗദീപ് എന്ന് പറഞ്ഞ് കല്യാണാലോചന നടത്തുന്നതാണ് പ്രശ്നം. വെറും ജഗദീപ്, ഒരു മിഡിൽ ക്ലാസ് മാൻ. എന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാവണം അവർക്ക്. അല്ലാതെ എന്റെ പണമോ പ്രശസ്തിയോ പ്രതാപമോ അതൊന്നും കണ്ടിട്ടല്ല ആ കുട്ടി എന്നിലേക്ക് വന്ന് ചേരേണ്ടത്. ഒരു പുഴയൊഴുകി കടലിലേക്ക് വന്ന് ചേരുന്നത് പോലെ വേണം. ഓ, ഇനി നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട. എന്റെ രാജകുമാരിയെ കണ്ടെത്താനായി ഞാൻ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിപ്പോ ഈ പിച്ചക്കാരനായിട്ടോ, ലോട്ടറി കച്ചവടക്കാരനായിട്ടോ, പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിട്ടോ, അങ്ങനെ ഏത് വേഷത്തിലും. സാർ ക്ഷമിക്കണം. ഇനി അഥവാ നീയാണ് അങ്ങനെ ഒരു കുട്ടിയെ കണ്ടെത്തുന്നതെങ്കിൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. എന്റെ ഫോൺ നമ്പർ ഓർമ്മയുണ്ടല്ലോ? അറിയാം സാർ. 9846019119. യെസ്, 9846019119. ഓക്കെ, കം ഓൺ ഫുൾ, ലെറ്റ്സ് ഗോ. ഓക്കെ സാർ. ഏതാണോ ആ ഭാഗ്യവതി? ആരാടി? അല്ല, ജഗദീപ് കുമാറിന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണേ വിനീത വിജയരാഘവനോ, സുനിത നെല്ലിക്കാടനോ, സാന്ദ്ര ഫെർണാണ്ടസോ? അവർക്കാർക്കും ഞാൻ ആ ജഗദീപ് കുമാറിനെ വിട്ടുകൊടുക്കില്ലടി. ഈ കോമ്പറ്റീഷനിൽ ഞാൻ തന്നെ ജയിക്കും.
കിഴട്ട് തള്ളം. അവരുടെ അടി കൊള്ളാനാണോ വീട്ടൊക്കെ ഞാനിവിടെ നിൽക്കുന്നത്? സർലയുടെ കാശും വേണ്ട, ഒന്നും വേണ്ട. പണി കളഞ്ഞിട്ടങ്ങ് പോയാലോ? പോകുന്നതിന് മുമ്പ് അവരുടെ 2 ചികട്ടത്ത് ഓരോന്നും ഇത് കൊടുത്തിട്ട് വേണം പോവാൻ. ഞാൻ അവരുടെ വീടിന്റെ നിലം തുടക്കുകയും വിഴുപ്പലക്കൊക്കെ വേണ്ടേ മാഡം? അത് മാത്രമല്ല, അവരൊരടി തന്നാൽ നീ അത് കൊണ്ടിട്ട് മിണ്ടാതെ ചിരിച്ചോണ്ട് നിൽക്കുകയും വേണം. അവരങ്ങനെ പറഞ്ഞാലും എനിക്കൊരു സാധാരണ സർവന്റിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. നിനക്ക് തരുന്നതിന്റെ 10-1 പ്രതിഫലം കൊടുക്കേണ്ടിയും വരില്ല. എന്നാൽ പക്ഷെ എനിക്ക് വേണ്ടത് നിന്നെയാണ്. നിന്റെ ഈ തല, നിന്റെ ഈ ക്രിമിനൽ ബുദ്ധി. പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ തോറ്റു പിന്മാറാൻ പാടില്ലല്ലോ. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം സരളയെ. അതിന് ശ്യാമയുടെയും രോഹിത്തിന്റെയും കള്ളക്കളി സത്യഭാമയുടെ മുന്നിൽ പൊട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് സരളയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ലൈഫ് സേഫ് ആക്കണം. ഈ വേലക്കാരി വേഷത്തിൽ നിന്ന് അതോടെ മോചനം. അവരുടെ ഈ നാടകം പൊളിച്ചു കൊടുക്കാൻ എന്താ ഒരു വഴി? എന്തെങ്കിലും വീണ് കിട്ടാതിരിക്കില്ല. അതെ, ഇയാളെന്നെ അപമാനിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക. മനസ്സിലായില്ല? ഇയാളോട് ഞാൻ കുറച്ച് നേരത്തെ അല്ലേ പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള പ്രശ്നം സത്യം അറിയരുതെന്ന്? അതിന് ഇയാളിപ്പോ ബെഡ്ഷീറ്റും പൊതിച്ച് പുറത്തു പോയി കിടന്ന സത്യമേ അറിയില്ലേ നമ്മൾ ഒരു റൂമിലല്ല കിടക്കുന്നെന്ന്? അതിന് നമ്മൾ ഒരു റൂമിലല്ലല്ലോ കിടക്കുന്നത്. അത് സത്യാമ്മ അറിയരുതെന്നാ ഞാൻ പറഞ്ഞത്. അറിഞ്ഞോട്ടെ. അറിഞ്ഞോട്ടെന്നോ? അപ്പൊ സത്യാമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അല്ലേ? പുറത്താക്കിക്കോട്ടെ. എന്നിട്ട് എന്തായാലും എനിക്കെന്താ? പുറത്താക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും? എന്തിനാ ഞാൻ അറിയുന്നേ? എടോ, ഇയാൾ ഇവിടെ നിന്നിട്ട് എനിക്കെന്ത് കാര്യം? ഇയാളുടെ കാമുകം വന്ന് വിളിക്കുന്നതുവരെ ഇയാൾക്ക് ഇവിടെ സുരക്ഷിതമായ താവളം ഒരുക്കി തരാൻ ഞാനാരാ ഇയാളുടെ കാവൽ പറ്റിയോ? അതെ, എന്നെ കൊണ്ട് പറ്റത്തില്ല. മര്യാദക്ക് പറയുന്ന അനുസരിച്ചോ? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. എന്നെ കെട്ടി എന്റെ ശിക്ഷയായിട്ട് കൂട്ടിയാ മതി. മര്യാദക്ക് മുന്നിൽ നിന്ന് മാറാനാ പറഞ്ഞത്. മര്യാദക്ക് ഈ റൂമിൽ തന്നെ കിടക്കാനാ പറഞ്ഞത്. ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. തൊട്ടാൽ ഇയാൾ എന്ത് ചെയ്യും? അത് ഇയാളല്ലേ പറഞ്ഞത് ഇയാളുടെ ദേഹത്ത് തൊടരുതെന്ന്. എന്നാ എന്നെ തൊട്ടാ ഞാനും തൊടും. എന്നാ തന്റെ മൂക്കടിച്ച് ഞാൻ പരത്തും. കൊള്ളാലോ. എന്താ താനെന്നോ? ബഹുമാനത്തോടും ആദരവോടും ഒക്കെ സംസാരിച്ചോണം. ഞാനേ നിന്റെ കഴുത്തിൽ താലി കെട്ടിയാളാ. അതുകൊണ്ട് തന്നെയാ ബഹുമാനവും ആദരവും എല്ലാം അങ്ങ് പോയത്. ഇനി ഒരു 100 വട്ടം വിളിക്കും താൻ താൻ താൻ. നീ പൊടി മരപ്പട്ടി. മരപ്പട്ടിന്നോ? ഇതുവരെ എന്റെ അമ്മ പോലും അങ്ങനെ വിളിച്ചിട്ടില്ല. അത് നിന്റെ അമ്മയ്ക്ക് മരപ്പട്ടി കണ്ടിട്ട് മനസ്സിലാവാത്തത് എന്റെ കുറ്റമൊന്നുമല്ല. മരപ്പട്ടി മരപ്പട്ടി മരപ്പട്ടി. എന്നാ പിടിച്ചോ. മുതുകഴുതേ, കാട്ടുകൊരങ്ങ്, ആനമോറ, പന്നിത്തലയാ. മരയോന്തേ, പന്നിപ്പട്ടി. മതിയോ? മലയാളത്തിൽ ഇത്രയും നല്ല വാക്കുകളുണ്ടെന്ന് അധ്യാപകർ പോലും പറഞ്ഞു തന്നിട്ടില്ല.
വെറുതെ അല്ല അമ്മ പോലും ഇവിടെ ഒന്നും പറയാത്തത്. തീർന്നോ? ദേ മര്യാദയ്ക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. മേലിൽ എന്നെ ചീത്ത വിളിക്കാൻ പാടില്ല. ഈ റൂമിൽ തന്നെ കിടന്നോളാന്നാ 2ാമത്തെ കരാർ. റൂമിൽ കിടക്കാൻ മനസ്സിലെന്ന് പറഞ്ഞില്ലേടി? ദേ, ഞാൻ പിന്നെ വാ തുറക്കേ. എങ്കിൽ ആ വായ അടപ്പിക്കാൻ എനിക്കറിയാടി. ഞാനിപ്പോ കാണിച്ചു തരാം. ആഹാ, അത്രയ്ക്ക് ധൈര്യോ? എന്നാ ഒന്ന് കാണട്ടെ. ഇന്ന് ഞാൻ അയ്യോ അമ്മേ, എവിടെ? അയ്യോ പാടി, എങ്കിൽ കാണിച്ചു തരാം. കേറിയോ? എന്നാ ഒന്ന് കാണണല്ലോ. പാടി വാ, പിന്നെ വാ വാ. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ, തീർന്നോ? സൂപ്പർ, നല്ല ഉന്നം. എന്തായാലും സത്യാമ്മയോട് പോയി വിവരം പറയാം. ഈ ട്രോഫിയും കൂടി കയ്യിൽ വെച്ചേക്കാം. വേണ്ട വേണ്ട വേണ്ട, തല്ലരുത് തല്ലരുത് തല്ലരുതെന്നാ പറഞ്ഞത്. പഠിക്കരുത്. സത്യാമ്മേ, സത്യാമ്മേ, എന്താടി? അവിടെ ഈനാമ്പേച്ചി മരപ്പെട്ടി. ഈനാമ്പേച്ചി മരപ്പെട്ടിയോ? ആകെ കുഴയുന്നല്ലോ. എന്താടി? എന്താ ഒരു വഴി? ഇപ്പൊ ശരിയായി. എന്താടി നിന്റെ കിളി പോയോ? എങ്ങനെ പോകാണ്ടിരിക്കും സത്യാമ്മേ? തലമണ്ടയ്ക്ക് ഈ ഫ്ലവർ വേസ് കൊണ്ട് ഊക്കനൊരു ഏറ് കിട്ടി. ഏറോ? എവിടുന്ന്? രോഹിത് മോൻ ശ്യാമക്കുഞ്ഞിനെ എറിഞ്ഞതാ. ഞാൻ അതിന്റെ ഇടയ്ക്ക് പോയി തലവെച്ചു. രോഹിത് ശ്യാമ എറിഞ്ഞെന്നോ? ആ, അവര് തമ്മിൽ പൊരിഞ്ഞ വഴക്കാ സത്യാമ്മേ. ചീത്ത വിളി അടിയും. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഇന്ന് വരെ 2 ആളും ഒരുമിച്ച് കിടന്നിട്ടില്ല. നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നിച്ച് ജീവിച്ച് അഭിനയിക്കായിരുന്നു സത്യാമ്മേ. നീ എന്തായി പറയുന്നേ? സത്യോ സത്യാമ്മേ, അവര് തമ്മിൽ ഒരു സ്വരചേർച്ചയില്ല. ഇന്നാ റൂമിലെ പൂരം. തല പോയാലും റൂമിൽ കിടക്കില്ല എന്ന് രോഹിത് മോൻ. മര്യാദയ്ക്ക് അവിടെ എവിടെയെങ്കിലും കിടന്നോളാൻ ശ്യാമക്കുഞ്ഞ്. അവര് സത്യാമ്മയെ കാണിക്കുന്ന മുഴുവൻ നാടകമാ. അവരുടെ റൂമിലെ ദേ ഈ വെള്ളം കൊടുക്കാൻ വേണ്ടി പോയതാ ഞാൻ. അപ്പ കിട്ടിയതാ ദേ ഈ ട്രോഫി. ദേ ഇപ്പൊ ചെന്നാ കൈയോട് പിടിക്കാൻ സത്യാമ്മേ. നീങ്ങ് മാറ്. ഏറൊന്ന് കൊണ്ടെങ്കിലെന്താ, ഇപ്പൊ 2നെയും പിടിക്കും. ശ്യാമയും രോഹിത്തിനെയും വിഷ്ണുവിനെയും ശാലിനിയൊക്കെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതോടെ ഇവിടെയുള്ള എന്റെ ദൗത്യം ഫിനിഷ്. സർലയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഞാൻ സേഫ്. ഇത്രയും പെട്ടെന്ന് ഈ കാര്യം നടക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ ദൈവമേ. പൊന്നേ, എന്തോ എന്നോട് പിണക്കമാണോ? എന്റെ രോഹിത്തേടനോട് ഞാൻ പിണങ്ങോ? അതിനെ ഞാൻ മരിക്കണം. പിന്നെന്താ ഒരു പരിഭവം പോലെ? രോഹിത്തേട്ടൻ എന്തിനാ പുറത്തു പോയി കിടക്കാന്ന് പറഞ്ഞത്? അതെ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചേന്ന് കിടക്കാന്നല്ലേ പറഞ്ഞത്?
അതെവിടെയാ? നമുക്ക് ടെറസിലേക്ക് പോവാം. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അങ്ങനെ കിടക്കാം. ഷോ, അതിരാവിലെ എണീറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയി അവിടെ വെച്ചാൽ നിനക്ക് ഓലൊക്കെ മുഴുങ്ങി തരാം. പോടാ കൊരങ്ങ. എന്തോന്ന്? ഷോ, അതൊന്നും വേണ്ട രോഹിത്തേട്ടാ. ഈ പിള്ളേരുടെ ഒരു കാര്യം. എന്തു പറ്റി മുത്തേ? ആ പങ്കജയില്ലേ, അവരെപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുക. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് അവരെങ്ങാനും കാണും. എന്നാ വേണ്ട പൊന്നെ. അവളാണല്ലേ കുട്ടികളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. ശരിയാക്കി കൊടുക്ക. എന്റെ പൊന്നിന് ഇനിയും പുറത്തു പോണോന്നുണ്ടോ? അയ്യോ ഇല്ല. തോന്നിയാലേ അപ്പ പറയണേ. ആ